ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന നടക്കുന്ന ഹിന്ദു ക്ഷേത്രത്തിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേറെ എവിടെയുമല്ല, ഇവിടെ ഇങ്ങ് ദൂരെ അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് റോബിൻസ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് സത്യമാണ്. നമ്മുടെ ട്രിച്ചി ശ്രീരംഗനാഥ ക്ഷേത്രം അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വലുതാണ് ഇവിടെയുള്ള അമേരിക്കയിലെ ഈ ഒരു ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത്. ശരിക്കും ഫങ്ഷനിങ് അല്ലാത്ത ക്ഷേത്രമാണ് കംബോഡിയയിലെ അങ്കോർ വാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആരാധന നടക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രം നമ്മുടെ ഇവിടെ അക്ഷർധാമിലെ ഈ ക്ഷേത്രമാണ്. അപ്പോൾ അക്ഷർധാം, അമേരിക്കയിലെ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ അമ്പലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ വീണ്ടും ഒരു വലിയൊരു ഗംഭീര പാലമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ജനറൽ പുലസ്കി സ്കൈവേ. വാവ്, ജനറൽ പുലസ്കി സ്കൈവേ എന്ന് പറഞ്ഞ ഒരു സ്കൈവേയുടെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എന്തോ ഫാക്ടറി പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ സിറ്റി വിട്ടിട്ട് ആദ്യമായിട്ട് ഒരു കൺട്രി സൈഡ് കാണാൻ പറ്റുമോ? അതോ സിറ്റി തന്നെയാണോ? ആണല്ലേ. ഭയങ്കര റോഡാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന ഈ റോഡ് 4 വരി ഇവിടെ, പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു 3 വരി വേറെ ഉണ്ട്, അതും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് എക്സ്പ്രസ് ഹൈവേ. ഇത് എക്സിറ്റ് എടുക്കാവുന്ന വഴി, അത് എക്സിറ്റ് എടുക്കാൻ പറ്റാത്ത വഴി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ബസ്സസ് ആൻഡ് കാർപൂൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങേ അറ്റത്തെ ഈ ട്രാക്കിൽ 3 പേരിൽ കൂടുതലുള്ള വാഹനങ്ങൾ, കാറുകളും വലിയ വണ്ടികളും മാത്രമേ ഇങ്ങേ അറ്റത്തെ ട്രാക്കിൽ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ റോഡുകളിൽ കുറേ വിചിത്ര നിയമങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒന്നും ഇല്ലേ? അടിപൊളി. അങ്ങനെ നമ്മള് എവിടെ എത്തി? ന്യൂജേഴ്സി റോബിൻസ്വിൽ. റോബിൻസ്വിൽ എന്നാണോ പറയുന്നത്? അങ്ങനെ നമ്മൾ ന്യൂജേഴ്സിയിലെ റോബിൻസ്വിൽ എന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മുടെ അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ മാത്രമേ എടുത്തുള്ളൂ. 100 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ റോഡൊക്കെ കച്ചറയാട്ടോ. വെറുതെ അല്ല നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ റോഡ് ന്യൂയോർക്കിലെ റോഡിനെക്കാട്ടി ബെറ്റർ ആണ്. ന്യൂയോർക്കിലെ റോഡൊക്കെ ഫുൾ കുണ്ടും കുഴിയും ചാട്ടവും അതും ഇതൊക്കെയാണ്. എല്ലാം ചാടിച്ചാടിയാണ് പോകുന്നത്. ഞാൻ ഇത്രയും ദിവസമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്തില്ലല്ലോ. വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ കറക്റ്റാ ആ കാര്യത്തില്. അങ്ങനെ അങ്ങ് ദൂരെ നമുക്ക് ക്ഷേത്രത്തിന്റെ ഒരു ഗോപുരം കാണാൻ സാധിക്കും. അക്ഷർധാം ക്ഷേത്രത്തിന്റെ പാർക്കിങ്ങിലേക്കാണ് ഇപ്പോൾ ശബ്ദം കേട്ടല്ലോ. പാർക്കിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് ക്ഷേത്ര കോമ്പൗണ്ടാണ്. ശരിക്കും ഈ ന്യൂജേഴ്സിയിലെ അക്ഷർധാം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് കംബോഡിയയിലെ അങ്കോർ വാറ്റ് ആണ്. പക്ഷേ അങ്കോർ വാറ്റ് ഇപ്പോൾ ഒരു ഫങ്ഷണൽ ക്ഷേത്രമല്ലാത്തത് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫങ്ഷണൽ ഹിന്ദു ക്ഷേത്രം ഇത് പണിയുന്നതിന് മുൻപ് വരെ ശ്രീരംഗമായിരുന്നു. ട്രിച്ചിയിൽ ശ്രീരംഗത്തുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രമായിരുന്നു. പിന്നീട് ഇത് പണിതതിന് ശേഷം ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫങ്ഷനിങ് ആയിട്ടുള്ള ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത്. ബ്രോ, ഇങ്ങനത്തെ വണ്ടിയൊക്കെ വേണം. ഇല്ലേ, ഇത് പൊളിയല്ലേ. ഇത് പക്ഷേ ഷട്ടിലാണെന്ന് തോന്നുന്നു കേട്ടോ. അക്ഷർധാമിൻ്റെ ഇവരുടെ ഷട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇതുപോലത്തെ കുറേ വണ്ടി ഐസ്ലാൻഡിലൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ വേൾഡ്സ് ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ കാണാനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് എന്നെ അതിശയിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഒരു വലിയ ഗംഭീര സ്ഥലം. ഇവിടെ ദൂരെ എവിടെയോ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. കാരണം അത്രയും വലിയ പാർക്കിംഗ് ഗ്രൗണ്ടായിരുന്നു. നിയർ ബൈ അടുത്ത് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമെന്ന് ഞങ്ങൾ ഒരു 2 റൗണ്ട് അടിച്ച് നോക്കി, കണ്ടില്ല. അതുകൊണ്ട് അതാണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്കോർ വാട്ടിനെ കാട്ടി അല്ല, അങ്കോർ വാട്ടിന്റെ അടുത്ത് എത്തൂല ബ്രോ. ഞാൻ പോയിട്ടുണ്ട് അവിടെ അങ്കോർ വാട്ട്. അതൊരു വേറൊരു ലെവൽ സ്ഥലമാണ്. ഇവിടുത്തെ നമ്പർ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ്. ഇത് കണ്ടില്ലേ, ഈ പെൻസിൽവാനിയ എന്ന് പറയുന്നത് പെൻസിൽവാനിയ സ്റ്റേറ്റ് ആണ്. ഈ ന്യൂജേഴ്സി എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ പല സ്റ്റേറ്റുകളിലുള്ള വണ്ടികൾക്ക് ആ സ്റ്റേറ്റിൻ്റെ പേര് ആ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് അത് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് പ്രശ്നം. നമുക്ക് വായിക്കൊള്ളാത്തൊരു പേരാണ് ഗൈസ് ഇത്. എന്താണത്? മാസച്യുസെറ്റ്സ്. ആ നമ്പർ കണ്ടില്ലേ, സ്പിരിറ്റ് ഓഫ് അമേരിക്ക. അവിടെ നമ്പർ പ്ലേറ്റൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അതായത് നമ്പരൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ
പേര് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. എന്തോരോ ആൾക്കാരാന്ന് നോക്കിയാൽ ഇതൊക്കെ തീർത്ഥാടകരാണോ ടൂറിസ്റ്റുകളാണോ എന്ന് അറിയത്തില്ല. ഇന്ത്യക്കാരും ഉണ്ട്, വേറെയും പല ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ ധാരാളം ആരാധനാലയങ്ങളുണ്ട്, പല മതങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം, അതും അക്ഷർധാമിൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതിനെ പറ്റി പല പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഭയങ്കര ഒരു വലിയൊരു ഗാർഡൻ പോലത്തെ ഒരു ഏരിയ ആണ്. എക്സെപ്ഷണൽ ജേർണി ഓഫ് കമ്പാഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുറേ കഥകളും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പൊക്കെ കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക, പണ്ടത്തെ മൈഗ്രേഷനും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ട്രേസിംഗ് ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് എ ചൈൽഡ് യോഗി നീലകണ്ഠവർണി ഭഗവാൻ സ്വാമി നാരായൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ട്രസ്റ്റിൻ്റെ ഒരു ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഭഗവാൻ സ്വാമിനാരായണൻ ട്രാവൽഡ് 8,000 മൈൽസ് അക്രോസ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഫോർ 7 years ഡ്യൂറിങ് ഹിസ് യൂത്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് മൊത്തം അത്രയും വർഷം എടുത്ത് യാത്ര ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ മാപ്പൊക്കെ വെച്ച് എഴുതിയിരിക്കുന്നത്. സ്വാമി നാരായണ എന്ന് പറഞ്ഞിട്ട് നല്ല ഡിവോഷണൽ പാട്ടൊക്കെ ഇവിടെ പല സ്ഥലത്തായിട്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ക്ഷേത്രങ്ങളൊക്കെ പോയി നോക്കണം. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ എന്താ പറയുക, അതെല്ലാം വൃത്തിയാക്കി കച്ചറാക്കി ഇട്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ആ ഒരു ഡിവോഷൻ ഒന്നും നമുക്ക് തോന്നില്ല. അതൊക്കെ കംപ്ലീറ്റ് പോകുന്ന രീതിയിലാണ്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എത്ര വൃത്തിയോടെ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. നല്ല ഗാർഡനൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, ശരിക്കും ഇന്ത്യയിൽ അത്യാവശ്യം വൃത്തിയുള്ള ക്ഷേത്രങ്ങളെന്ന് പറയാനായിട്ട് ഡിസ്കോൺ ക്ഷേത്രങ്ങളും പിന്നെ കുറച്ച് പ്രൈവറ്റ് ക്ഷേത്രങ്ങളും മാത്രമാണ്. ബാക്കിയുള്ള കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളും ആ ഒരു വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര മോശമാണ്. അറ്റ്ലീസ്റ്റ് ക്ഷേത്രം വൃത്തിയാണെന്നുണ്ടെങ്കിലും പരിസര പ്രദേശങ്ങളൊക്കെ ഭയങ്കര കച്ചറയാണ്. ഇവിടെ ഇതെന്താ സംഭവം? ഇതെന്താ ഇത്? അതെ, പെരിയാർ, പൂർണ്ണ, സബർമതി, സരയു, സേതി, ഗംഗ, താപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഓരോ നദികളുടെ പേരാണ് ഇവിടെ ഇങ്ങനെ താഴെ ടൈലിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരെന്താണ് ഇവിടെ പരിപാടി? വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആരതി കാണിക്കുന്നതിനോ അങ്ങനെ എന്തോ പർപ്പസിന് വേണ്ടി വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അക്ഷർധാം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്കോൺ ടെമ്പിളൊക്കെ പോലെ തന്നെ ഉള്ള ഒരു വലിയൊരു ട്രസ്റ്റാണെന്ന് തോന്നുന്നു. നമുക്ക് ഡൽഹിയിലും ഗുജറാത്തിലും അഹമ്മദാബാദിലൊക്കെ നമുക്ക് ഇവരുടെ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ നീലകണ്ഠ വർണ്ണി യോഗിയുടെ ഒരു പ്രതിമയാണ് നമുക്ക് ഇതിൻ്റെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ പാട്ടൊക്കെ കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഒരു ക്ഷേത്രം നമുക്കവിടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് ഭയങ്കര വലിയ ക്ഷേത്രം കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് സൂര്യൻ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ രാവിലെ വന്നാലാണ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടനിൽ ഇങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫൗണ്ടൻ, ചുറ്റിനും ഗാർഡനൊക്കെ ആയിട്ട് നല്ല കിടുക്കാച്ചി ആംബിയൻസ് ഉള്ള ഒരു ക്ഷേത്രം. ഈ സമീപത്തൊന്നും ഞാൻ ഇത്ര ആംബിയൻസ് ഉള്ളൊരു ക്ഷേത്രത്തിൽ പോയിട്ടില്ല. ഈ BAPS എന്നും പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ BAPSൻ്റെ കീഴിലാണ് ഇപ്പം നമുക്ക് ഈ ഇസ്കോൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള മറ്റൊരു പ്രസ്ഥാനമാണ് BAPS എന്നുള്ളത്. അപ്പോൾ BAPSൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ അക്ഷർധാം ക്ഷേത്രം എന്ന് പറയുന്നത്. 2008 ഇവരിവിടെ ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വാങ്ങുന്നത്. ഇവരുടെ ഒരു സ്പിരിച്വൽ ലീഡറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പ്രമുഖ് സ്വാമി മഹാരാജ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുക എന്നുള്ളത്. അമേരിക്ക പോലെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും വലിയ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. 75% വരുന്ന ഈ ഒരു അക്ഷർധാമിൻ്റെ ക്യാമ്പസ് ഡിസൈൻ ചെയ്തതും കൺസ്ട്രക്ട് ചെയ്തതും മാനേജ് ചെയ്തതും മറ്റുമെല്ലാം സ്വാമിമാരും വോളണ്ടിയേഴ്സായിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരുമൊക്കെയാണ് എന്നാണ് പറയുന്നത്. 2011 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 12,500ഓളം വരുന്ന ആളുകൾ വോളണ്ടിയേഴ്സായിട്ട് പല പല കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പണിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്ന് പോണം. ഈ ഒന്ന് ധാരാളം ആൾക്കാർ ടൂറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ത് ആംബിയൻസാ അല്ലേ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കിനും.
ഇതൊരു ക്ഷേത്രം തന്നെയാണോ? ഓ മൈ ഗോഡ്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്ന ഒരു വെൽക്കം എൻട്രൻസ്. ഈ കാണുന്ന കെട്ടിടത്തിനുള്ളിലൂടെ എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. എത്ര അടിപൊളിയായിട്ടാണ് സംഭവങ്ങളൊക്കെ അല്ലേ. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാമല്ലോ പരിപാടി. നല്ല വർക്കൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ക്ഷേത്രം കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ കുറച്ച് കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മെയിനായിട്ട് ഇതിൻ്റെ പുറത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ലൈം സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ്. ഈ ലൈം സ്റ്റോൺസ് തന്നെ ബൾഗേറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ലൈം സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ധാരാളം പ്രതിമകളുണ്ട്. ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം സ്റ്റാച്യൂസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിൻ്റെ കൗണ്ടെന്ന് പറയാനായിട്ട് ഏകദേശം 10,000-ലധികം ഉണ്ട് എന്നാണ് പറയുന്നത്. കാർവ് ചെയ്തെടുത്ത പല പല രീതിയിലുള്ള പല ഹിന്ദു പുരാണങ്ങളെയും ബാക്കിയുള്ള പല സംഭവങ്ങളെയും കാണിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വർണ്ണിക്കുന്ന തരത്തിലുള്ള പ്രതിമകളാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല സ്റ്റോൺസും ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പിലും അതേപോലെ തന്നെ ഗ്രീസ്, തുർക്കി, പിന്നെ പിങ്ക് സാൻഡ് സ്റ്റോൺസ് രാജസ്ഥാനിൽ നിന്ന് കളക്ട് ചെയ്തതുകൊണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാനൈറ്റ്സ് ഉണ്ട്, ബൾഗേറിയ തുർക്കിയിൽ നിന്നുള്ള ലൈം സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും എടുത്ത സാധനങ്ങൾ ഇതെല്ലാം, യൂറോപ്പിൽ നിന്നുള്ള സാധനങ്ങൾ ഇതെല്ലാം രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട്, അതായത് കപ്പൽ വഴി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി. രാജസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ആണ് ശരിക്കും ഇതിൻ്റെ കാർവിങ് വർക്കുകൾ, അതായത് കൊത്തുപണികളും ബാക്കിയുള്ള പരിപാടികളും എല്ലാം ചെയ്തത്. എന്നിട്ട് ഇത് ഡ്രൈ സെറ്റിംഗ് പ്രോസസ്സിൽ രാജസ്ഥാനിൽ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് അസംബിൾ ചെയ്തിട്ട് ഇതിന് നമ്പർ ഇട്ട് ഓരോ സ്റ്റോൺസിനും ഓരോ കല്ലുകൾക്ക് നമ്പർ ഇട്ടിട്ട് ആ നമ്പർ ഇട്ടതിന് ശേഷം അത് വീണ്ടും അവിടെ നിന്നും ഡിസ്മാൻഡിൽ ചെയ്തിട്ട്, അതായത് ഡിസസംബിൾ എന്നൊക്കെ വേണം പറയാം, ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വീണ്ടും കോഡ് ചെയ്ത് കപ്പലിൽ 12,500 മൈൽ, ഏകദേശം 20,000-ഓളം കിലോമീറ്ററുകൾ കപ്പലുകളിൽ യാത്ര ചെയ്തിട്ടാണ് ആ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അക്ഷർധാം എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടെ ഇവിടെ നിർമ്മിച്ചത് എന്നാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കഥ എന്ന് പറയുന്നത്. ഇതിനകത്ത് കയറാനായിട്ട് ജസ്റ്റ് അവിടെ ഒരു QR കോഡ് ഉണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്ത് വെറുതെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് ഒരു QR കോഡ് കിട്ടും. ആ QR കോഡ് അവിടെ കാണിച്ച് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അവർ ഡേറ്റ കളക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവിടെ ശരിക്കും ഷോർട്ട്സ് ഇട്ട് വരാൻ പാടില്ല, അവർ നിക്കർ വേണം, പാൻറ്റ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും വേറെ എക്സ്ട്രാ സാധനം തരുമായിരിക്കും, ഇവർ തരും പരിപാടികൾ. Oh yeah. You can wait inside. I just have to wear it, right? Yeah, the video will show you. Okay. Oh, thank you. മുണ്ട് പോലത്തെ ഒരു സാധനം തന്നു ഗൈസ്. നിങ്ങൾക്കും കിട്ടിയല്ലേ? ഞാൻ മുണ്ടെടുക്കുന്ന പോലെ കയറ്റി വെച്ചു. നിങ്ങൾക്കത് പറ്റത്തില്ലല്ലോ, കെട്ടണമല്ലോ. ഞാൻ കെട്ടിയില്ല, ഞാൻ മുണ്ടെടുക്കുന്ന പോലെ കയറ്റി വെച്ചു. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ രണ്ടുപേരും മാച്ച് ആയിട്ടുണ്ട്. ഇത് നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾ തായ്ലൻഡിൽ പോയിട്ടുണ്ടോ? അവിടുത്തെ പല നമ്മൾ ബുദ്ധമത സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കും. കാരണം അവിടെ ഇത്രയും പോലും തുണിയില്ലാതെ ആൾക്കാർ വരുന്നത്. അവിടെ ഇച്ചിരിയെങ്കിലും മറയിട്ടത് വരുതി അവർ കൊടുക്കും. ഇത് മുണ്ടല്ല ബേസിക്കലി, ഇത് നമ്മൾ ഈ ഫോട്ടോ വെച്ചിൽ സായിബന്മാരും മഹാന്മാരും വിൽക്കാനായിട്ട് അവർക്ക് വേണ്ടി വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനമല്ലേ, അതാണ് ബേസിക്കലി. നമ്മൾ അകത്ത് കയറി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലേ? അതേ ഇരിക്കുന്നത്, ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലേ? പെട്ടെന്ന് കണ്ടപ്പോൾ ശ്രീനാരായണ ഗുരു ആണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല. ഹിസ് ഹോളിനെസ് പ്രമുഖ് സ്വാമി മഹാരാജ്, പിന്നെ ഹിസ് ഹോളിനെസ് മഹന്ത് സ്വാമി മഹാരാജ്. എനിക്കൊന്ന് ഇവരുടെ ട്രസ്റ്റിൻ്റെ ആളാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ശ്രീനാരായണ ഗുരു ഉണ്ടെന്ന്. സോറി, തെറ്റിദ്ധരിച്ചു. വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി ഇൻറ്റീരിയർ വർക്കാണ്. മേളിലൊക്കെ നോക്കുമ്പോഴത്തേക്കിനും കിളിവാതിലുകളൊക്കെ പോലെ പല പല സംഭവങ്ങൾ, ഇതൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ തടിപ്പണികളാണ്. പിന്നെ അവിടെയൊക്കെ ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ ദീപം കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഇലക്ട്രിക് ലൈറ്റുകളാണ്, അതായത് വൈദ്യുത ലൈറ്റുകളാണ്. ആ ഒരു തടിപ്പണി എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത, എനിക്കൊന്ന് തേക്കുംതടിയാണെന്ന് തോന്നുന്നു, അതും വെച്ചുണ്ടാക്കിയ പോലത്തെ മനോഹരമായിട്ടുള്ള തടിപ്പണികളാണ് കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് വർക്ക്. ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല, ഇത് നമ്മൾ അകത്ത് കയറി വരുമ്പോഴുള്ള ഒരു വിസിറ്റർ ഇൻഫർമേഷൻ സെൻറ്ററും പിന്നെ ഇവിടെ ക്ഷേത്രത്തെ പറ്റി കാണുന്ന ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനകത്ത് എന്തായിരിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് എല്ലായിടത്തും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു കൊത്തുപണികൾ, തടിയുടെ പണികളൊക്കെ
ഇറ്റ്സ് റിയലി ഗുഡ് തിങ്. ഇതൊരു മോഡേൺ ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അകത്തേക്ക് വരുന്നത്. വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് അക്ഷർധാം എൻട്രൻസിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ അക്ഷർധാം ക്ഷേത്രത്തിൽ ഫോൺ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനകത്തേക്ക്, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് അവിടെ. ഇതെന്താ ഇത്? നല്ല കിടിലം വർക്കാട്ടോ. ഓ, ഇതൊരു ഫിനിഷിംഗ് ആണ്. തടിയാണ് ഇതൊക്കെ, കണ്ടില്ലേ തടി. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതൊക്കെ തടിയാണ് കണ്ടോ. അതിൻ്റെ മേളിലെ ആ മനോഹരമായിട്ടുള്ള ചിത്രപ്പണിയാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് പെയിൻറ്റിങ് ആണോ അതോ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ട് എനിക്ക് പെയിൻറ്റിങ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അതിന് മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഈ സെൻട്രൽ ഏഷ്യയിലൊക്കെ ഉള്ള പല പുരാതനമായിട്ടുള്ള പള്ളികളിൽ നമുക്ക് പോകുമ്പോൾ, മുസ്ലിം പള്ളികളിൽ നമുക്ക് പോകുമ്പോൾ കാണുന്ന പോലെയുള്ള കുറേ കൊത്തുപണികളും ചിത്രപ്പണികളൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ് അല്ലേ. ഇതിനകത്ത് ഗൈഡഡ് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ പെയിൻറ്റിങ്സ് ആൻഡ് 2700+ ദിയാസ്. ഓഹോ, അതാണല്ലേ. ഇതിനകത്ത് ഇപ്പോൾ ഒരു വീഡിയോ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇത് ശരിക്കും ഇത് പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ഇത് തുണിയാണെന്ന് തോന്നുന്നു. ഇത് തുണിയാണ്, ഇത് കണ്ടില്ല, തുണിയാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ചില്ലിലുള്ള പരിപാടികൾ, അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങുകളിലെല്ലാം ചെയ്തിരിക്കുന്നത്. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാനായിട്ട് നിൽക്കാം. ഇപ്പോൾ താഴെയൊക്കെ മാർബിൾ അല്ലല്ലോ, ഇത് മറ്റേ ഗ്രാനൈറ്റ് അല്ലേ, ഗ്രാനൈറ്റും ടൈലുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ലേ ഔട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഭാഗത്ത് എവിടെയാണ്, ഈ ഒരു ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഇവിടെയാണുള്ളത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഈ കുളമൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്ത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകും. ഇത്രയും വലിയ ഒരു ഏരിയ ആണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ, ഇതെല്ലാം ഭയങ്കര പണികളാട്ടോ അല്ലേ. വർക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ക്ഷേത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് 13ഓളം വരുന്ന ദേവാലയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന ഗർഭഗൃഹത്തിൽ നമുക്ക് ഇരിക്കുന്നത് സ്വാമിനാരായൺ ആൻഡ് പിന്നെ ഇവരുടെ ആ ഒരു ഗുണാധിതാനന്ദ് എന്ന് പറഞ്ഞ ഒരു സ്വാമിയുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പ്രതിമകളാണ് നമുക്ക് ഇതിൻ്റെ പ്രധാന ഒരു ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നത്. അതിനുശേഷം പിന്നെ അതിന് പുറത്തായിട്ട് ബാക്കിയുള്ള പല സ്ഥലങ്ങളിലായിട്ട് രാധാകൃഷ്ണ, വെങ്കടേശ്വര, പത്മാവതി, സീതാരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, പിന്നെ ശിവപാർവതി, ഗണേശൻ, കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പ്രതിഷ്ഠകൾ വേറെയും ഇതിൻ്റെയൊക്കെ പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ബിൽഡിങ്ങും ക്ഷേത്രവും എല്ലാം അടിപൊളി തന്നെയാണ്. നല്ല കിഡിലൻ വർക്കാണ്. അതെന്തായാലും ഭയങ്കര ഒരു ഫീലാട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്, അതിൻ്റെ മുകളിലൊക്കെ ധാരാളം കൊടികൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ 2 സൈഡിലായിട്ട് നമുക്ക് ഫൗണ്ടൻ ഉണ്ട്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കിനും വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലൈറ്റ്സ് അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്. വരുന്ന ആളുകളെല്ലാവരും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പരികർമ്മ എ പാത്വേ ഓഫ് റെഫറൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോകാൻ പറ്റുമോ എന്താ സംഭവം എനിക്കറിയില്ല. ഇതിനകത്തേക്ക് ആരും പോകുന്ന കാണുന്നില്ല. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പുറത്ത് അത്രയും വണ്ടികളുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് അങ്ങനെ വലിയ തിരക്ക് കാണാനില്ല. ഞാൻ ആക്ച്വലി എൻ്റെ എത്തവണത്തെ US പ്ലാനിൽ ഈ ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു കേട്ടോ. ഞാനിതിവിടെ എത്ര അടുത്താന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ വന്നുകൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് അറിയാമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് ന്യൂയോർക്കിൽ നിന്ന് ഇത്ര അടുത്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് ഞാൻ ഇത്തവണ ഈ ഒരു പ്ലാനിൽ ഇതായിരുന്നത്. ചുറ്റിനുമുള്ള ആ ഒരു ഇടനാഴികൾക്ക് മുമ്പിലായിട്ട് നമുക്ക് ഇതുപോലെയുള്ള മെറ്റലാണെന്ന് തോന്നുന്നു, മെറ്റലിൽ തീർത്ത നമുക്ക് ധാരാളം പ്രതിമകൾ നമുക്ക് പല സ്ഥലത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങൾ എല്ലായിടത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫൗണ്ടനും ആ ഒരു വൃത്തിയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരിക്കും ഇവിടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്ത് വരുമ്പോഴാണ് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുക. കാരണം ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് സൂര്യൻ എതിർദിശയിലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഡള്ളാണ്. ഇത് മെറ്റലൊന്നും അല്ല കേട്ടോ, ഇത് മറ്റേ ചൈനീസ് സാധനമാണ്. ചൈനീസ് സംഭവം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്, മെറ്റലല്ല. അതിൻ്റെ താഴത്തെ പീഠം കല്ലാണ്, അത് ഒറിജിനലാണ്. എല്ലാം ലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതൊക്കെ മറ്റേ ലൈറ്റപ്പ് പരിപാടികളുടെ സ്ഥലങ്ങളാണ്.
അങ്ങനെ നടന്ന് ക്ഷേത്രത്തിന്റെ താഴെ ഇപ്പുറത്തെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുമ്പിലൊക്കെ എല്ലാം ഫാൻസി സംഭവമാണ്, മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു പുതുമ നമുക്കിവിടെ ശരിക്കും മനസ്സിലാവും. ഉണ്ടല്ലേ, ആനകൾ കണ്ടില്ലേ? എല്ലാം ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന പാകത്തിന് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് പല സംഭവങ്ങളും. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കല്ല് ഇതിലില്ല കേട്ടോ, ഒരു സംഭവമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് എവ്രിവെയർ എന്തെങ്കിലുമൊക്കെ വർക്ക് ഇതിലുണ്ടാവും. ഇവർ രണ്ടുപേരും ഇന്റർ കാസ്റ്റ് മാരേജ് ആണ്. സഞ്ജു നായരും നിങ്ങള് ക്രിസ്ത്യനാണ്, റോമൻ കാത്തലിക്. ഇവർ രണ്ടുപേരും സ്കൂൾ മുതൽ, അതായത് എത്ര ക്ലാസ്, 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഇവര് പ്രേമിക്കുന്നത് ഏത് വർഷം? 15 ഏത് പ്രായത്തില്? അപ്പൊ സ്കൂളിൽ വെച്ച് പ്രേമമേ ഉണ്ടായിരുന്നില്ല? ഇല്ല, കുറച്ച് ലേറ്റ് ആയി പോയി. ലേറ്റ് റിയലൈസേഷൻ ആണോ? അത് ശരി. കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചറിവുണ്ടായത് പ്രേമിക്കണമല്ലോ. ആയ കാലത്ത് നിങ്ങൾ പ്രേമിച്ചില്ല അല്ലേ? ആ സമയത്ത് നമ്മൾ അടുത്തുണ്ടായിരുന്നപ്പോ പ്രേമിക്കാണ്ട് ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് വിഷമിച്ച് സ്കൈപ്പ് ഒക്കെ കളിച്ച് പ്രേമിക്കണ്ടോന്ന്. പക്ഷെ അതല്ലേ ഒരു ത്രില്ലേ? ഇല്ല, ബാക്കി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും അടിച്ചു പൊളിക്കുന്നു. അവരെ സിനിമയ്ക്ക് പോകും. അല്ല, പിന്നൊരു കാര്യമുണ്ട്, പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിച്ചു, അതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ടില്ലേ? ഇല്ലേ? പക്ഷെ ഒരുമിച്ച് പഠിക്കായിരുന്നല്ലോ, കമ്മ സ്റ്റഡി ആയിരുന്നല്ലോ. പക്ഷെ അന്നേരം പഠിത്തം നടക്കൂലല്ലോ, അല്ലേ? എന്തായാലും നമുക്ക് അപ്പൊ അകത്തേക്ക് പോവാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലേ ഇവിടെ വരും എന്നുള്ളത്. താങ്ക് യു ഫോർ ടേക്കിംഗ് മീ ഹിയർ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവിടെ ഫുഡൊക്കെ കിട്ടുമോ? അടിപൊളി. ഞാൻ ഈ ഇസ്കോൺ ടെമ്പിളിൽ സ്ഥിരം പോകുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇസ്കോൺ ടെമ്പിൾ. നിന്നറിയോ, ഇസ്കോൺ ടെമ്പിളിൽ പോയി ഇറങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളി ഫുഡ് കിട്ടും താഴെ. ഏത് ഇസ്കോൺ ടെമ്പിൾ ആണെങ്കിലും നല്ല കിഡിലെ ഫുഡ് കിട്ടും. നെക്സ്റ്റ് ടൈം വരുമ്പോ ഇവിടെ ക്വീൻസിൽ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ട്, ഫ്ലഷിംഗ് ഹിന്ദു ടെമ്പിൾ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവരുടെ താഴെയുള്ള ടെമ്പിളിനേക്കാളും ഫേമസ് ആണ് ടെമ്പിൾ താഴെയുള്ള ക്യാൻറ്റീൻ. പക്ഷെ ടെമ്പിളിൽ കൂടെ കയറിയേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, ടെമ്പിൾ ആൾക്കാർ പലരും പോവില്ല, ചിലർക്ക് ഡയറക്റ്റ് അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് മാത്രം പോവുകയും ചെയ്യും. അത് ശരി, അത് ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. വിത്ത് ഡിവൈൻ മെമ്മറി ഓഫ് ഭഗവാൻ സ്വാമി നാരായണൻ വി ഡെഡിക്കേറ്റ് സ്വാമി നാരായൺ അക്ഷർധാം മഹാമന്ദിർ ടു ഹിസ് ഹോളിനെസ് പ്രമുഖ് സ്വാമി മഹാരാജ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ BAPS അതിന്റെ സംഭവങ്ങളും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മാർബിൾ ഒക്കെ കുത്തുപണികളൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് വർഷങ്ങളെടുത്ത് ചെയ്ത ആ ഒരു ക്ഷേത്രമാണ് ഇവിടെ അമേരിക്കയിൽ നമുക്ക് കാണുന്ന ഈ ഒരു ക്ഷേത്രം. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വന്നു. ഇതിനകത്ത് നമുക്കൊരു ഭക്തി അന്തരീക്ഷം ഒന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു വിളക്ക് പോലും കത്തിച്ച് വെച്ചിട്ടില്ല, ഒരു എന്താ പറയുക, ഒരു പൂവോ മാലയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത്. നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് ഈ കാണുന്ന ഓരോ കുത്തുപണികൾ പോലെ സംഭവങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ 10 ഇരട്ടിയാണ് ഇതിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു ആധുനിക ക്ഷേത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം എഫേർട്ട് ഇട്ടിട്ട് അത്രയധികം ഭംഗിയോടുകൂടിയാണ് ശരിക്കും ഈ ഒരു ക്ഷേത്രം ഇവരിവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇത് മനസ്സിലാവും. അപ്പോൾ അമ്പലത്തിൽ കയറി ഓരോ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളതാണ്. ഞാനിവിടെ വീഡിയോ എടുത്ത് നിന്നപ്പോഴത്തേക്കിനും 2 പേര് ക്ഷീണമായി അവിടെ ഇരിപ്പായി. എന്തായാലും ഇതൊരു കിട്ടിലൻ ഒരു ക്യാമ്പസാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രാങ്കണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് കിഡിലനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രാങ്കണം, നല്ല കിടുക്കാച്ചി വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ പരിപാടി. ഇത് കണ്ടോ, ഇത് കൊള്ളാം, നല്ല അടിപൊളി ഒരു ഇടനാഴി. എനിക്ക് ഇടനാഴിയുടെ മുമ്പിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാം. അതിനകത്തേക്ക് എന്താണെന്ന് അറിയില്ല, കടത്തി വിടുന്നില്ല. പക്ഷേ ദിസ് ഇസ് നൈസ് നോ. എന്തായാലും ലെറ്റ്സ് ഗോ ഇൻ സൈഡ്. അകത്ത് നമുക്ക് എന്തൊക്കെയോ പരിപാടികൾ, ഫുഡ് റിലേറ്റഡ് പരിപാടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്താ, മ്യൂസിയം ആണോ? വാട്ട് ഇസ് ദിസ്? ഇതൊരു വലിയൊരു ഓഡിറ്റോറിയം പോലത്തെ പരിപാടി. ഫുൾ സെൻട്രലൈസ്ഡ് AC ഒക്കെ കിടത്ത്. ശരിക്കും അമ്പലത്തിനകത്ത് കയറിയപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന് കയറിയൊരു ഫീലായിരുന്നു. അത്രയ്ക്ക് വൃത്തിയോടെ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി സ്ഥലം. ഇപ്പോൾ ഈ സ്ഥലം കണ്ടാൽ പോലും നമുക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ബാങ്കറ്റ് ഹോൾ പോലെ തോന്നുന്നില്ലേ? ഇവിടെ 2 തിയേറ്ററുണ്ട്. ഭഗവാൻ സ്വാമി നാരായണൻ്റെ ലൈഫ് ആൻഡ് ലെഗസിയൊക്കെ നമുക്കിവിടെ കാണിക്കുന്ന തരത്തിലുള്ള 2 തിയേറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും.
ശരിക്കും നമ്മുടെ ഇസ്കോൺ പോലെ തന്നെയുള്ള മറ്റൊരു സെറ്റപ്പാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്തൊന്നും ആരുമില്ല കാണാൻ. സംഭവം കൊള്ളാം. എ ലാൻഡ്മാർക്ക് ഓഫ് ഹിന്ദു ആർക്കിടെക്ട് ആൻഡ് കൾച്ചർ, റോബിൻസ്വിൽ, ന്യൂ ജേഴ്സി. ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് 13ഓളം വരുന്ന ദേവാലയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന ഗർഭഗൃഹത്തിൽ നമുക്ക് ഇരിക്കുന്നത് സ്വാമിനാരായൺ ആൻഡ് പിന്നെ ഇവരുടെ ആ ഒരു ഗുണാധിതാനന്ദ് എന്ന് പറഞ്ഞ ഒരു സ്വാമിയുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പ്രതിമകളാണ് നമുക്ക് ഇതിൻ്റെ പ്രധാന ഒരു ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നത്. അതിനുശേഷം പിന്നെ അതിന് പുറത്തായിട്ട് ബാക്കിയുള്ള പല സ്ഥലങ്ങളിലായിട്ട് രാധാകൃഷ്ണ, വെങ്കടേശ്വര, പത്മാവതി, സീതാരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, പിന്നെ ശിവപാർവതി, ഗണേശൻ, കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പ്രതിഷ്ഠകൾ വേറെയും ഇതിൻ്റെയൊക്കെ പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അമ്പലത്തിനെതിരെ വലിയൊരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് മെയ് 2021 ഈ BAPS എന്ന് പറയുന്ന ഈ ഒരു ട്രസ്റ്റിനെതിരെ ഒരു വലിയൊരു ലോ സ്യൂട്ട് ഇവിടെ ഫയൽ ചെയ്യുന്നത്. അത് ഫയൽ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സമയത്ത് ഈ ടെമ്പിൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവിടുത്തെ ലേബർ ലോസ് വയലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിക്കും അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയൊക്കെ ഈ സ്ഥലം സന്ദർശിക്കുകയും പിന്നീട് ആ സമയത്ത് ഈ ലോ സ്യൂട്ട് കൊടുത്ത ഏകദേശം 200ഓളം വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആ സമയത്ത് ഇതിനു വേണ്ടി വർക്ക് ചെയ്ത തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ അവരോട് കാര്യങ്ങളൊക്കെ തേടുകയും അതിനെ പറ്റിയുള്ള എൻക്വയറി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്ത്യയിൽ നിന്നും ഈ ദളിത് വിഭാഗത്തിൽ പെടുന്ന 200ഓളം വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ, 200 പേരാണ് കേസ് കൊടുത്തത്, പക്ഷെ അതിൽ കൂടുതലോളം വരുന്ന ആൾക്കാരെ അനധികൃതമായിട്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് US ടൂറിസ്റ്റ് വിസയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരികയും അവരെ ഇവിടെ ഫോഴ്സ്ഡ് ലേബർ, അതേപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ ഏർപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. $1 ഒരു മണിക്കൂറിന് $1 അതെന്ന് പറയുന്ന രീതിയിൽ തുക നിശ്ചയിച്ച് വളരെ മിതമായ ചെറിയ ഒരു $1 എന്ന് പറഞ്ഞാൽ എന്തായാലും ആലോചിച്ച് അത്രയും ചെറിയ പൈസയ്ക്ക് അവരെ ഇവിടെ പണിയെടുപ്പിച്ചു, നിർബന്ധിതമായി പണിയെടുപ്പിച്ചു എന്നൊക്കെയുള്ള അലിഗേഷൻസ് ആണ് ഈ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ ആളുകൾ ചുമത്തിയിരിക്കുന്നതും ഇപ്പോൾ നിലവിൽ ഇവർ അന്വേഷണം നേരിടുന്നതും. അത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഒരു ക്ഷേത്രത്തിനെതിരെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഇവിടെയുള്ള ബാക്കിയുള്ള പരിപാടികളും ഫോട്ടോസും മറ്റുമൊക്കെ ഇവിടെ കാണാം. 2014 നിർമ്മാണം തുടങ്ങുമ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ 15 പതുക്കെ ശ്രീകോവിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിർമ്മിച്ച് വന്നു. ശ്രീകോവിലിൻ്റെ നിർമ്മാണം 17, 19, 2020, 21, 22, 23 ഏകദേശം പൂർത്തിയായി. പിന്നെ ഇതിൻ്റെ മറ്റേ ചടങ്ങുകളുടെയൊക്കെ പല പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നമുക്ക് വളരെ കുളിര് ആസ്വദിച്ച് നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ നമുക്ക് നടക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ പണി നടക്കുന്ന സമയത്ത് വർക്ക് ചെയ്ത കുറച്ച് വോളണ്ടിയേഴ്സിൻ്റെ ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻജിനീയേഴ്സിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും അങ്ങനെയുള്ള പല പല ഫോട്ടോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഒരു ഗംഭീര സെറ്റപ്പാണ്. ഇവിടെ വരുന്ന ആൾക്കാരുടെ നിന്നൊന്നും അങ്ങനെ പൈസയൊന്നും പിഴിഞ്ഞൊന്നും വാങ്ങുന്നൊന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡൊണേഷനായിട്ട് കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. പാർക്കിങ്ങിനൊന്നും പൈസ ഇല്ലല്ലോ, ഫ്രീ അല്ലേ? പാർക്കിംഗ് ഫ്രീ ആണല്ലേ. അങ്ങനെ ഒരു മണി മേക്കിംഗ് ഓറിയൻറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നില്ല. ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതും ആരും നിർബന്ധിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അക്ഷർധാം സ്റ്റോർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോറിലേക്ക് വരികയാണ്. എന്തായാലും വരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ. ഞാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുറേ കരകൗശല വസ്തുക്കൾ, പിന്നെ അങ്ങനത്തെ പല സംഭവങ്ങൾ, പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് വീട്ടിൽ പൂജാമുറി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇസ്കോൺ ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള പല പല പുസ്തകങ്ങൾ, പല ഭാഷയിലുള്ള പല പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള കുറേ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വാല്യൂ സ്റ്റോറീസിൻ്റെ കുറേ CDസും ബാക്കിയുള്ള പരിപാടികളൊക്കെ വിൽക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ പല പല പുസ്തകങ്ങളാണ്. അതായത് പുസ്തകങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സ്വാമിനാരായൺ എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമൈസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഇസ്കോൺ എന്താ പറയുക, കൃഷ്ണൻ്റെ കുറേ സംഭവങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഇവരും വിഷ്ണു തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. വേറെ രീതിയാണെന്നേ ഉള്ളൂ. ഇസ്കോൺ ഇവർ തമ്മിൽ വേറെ രീതിയാണെന്നേ ഉള്ളൂ. ഇതുണ്ടല്ലേ ഇവിടെ മറ്റേ ചന്ദനത്തിരിയും അഗർബത്തിയും അങ്ങനത്തെ നല്ല മണമുണ്ട് കേട്ടോ. ചന്ദനത്തിരി അഗർബത്തിയൊക്കെയാണ് ഇവിടെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. എന്ത് മണമാണ് ഇതൊക്കെ? പൊന്നെ, എന്ത് മണം ഇത്? പെർഫ്യൂം മേടിച്ച് വെച്ചിരിക്കുകയാണോ? $4 ഉള്ളൂ കേട്ടോ അതിന്. കാണുന്ന സാധനത്തിന് $4. ആൻറ്റി ഓക്സിഡൻസ്, ഹണി, പിന്നെ എസെൻഷ്യൽ ഓയിൽ സോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇവരുടെ ആയിട്ടുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള സോപ്പ് പരിപാടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൊള്ളാലോ അല്ലേ? ഷാംപൂ, ഹെർബൽ ഷാംപൂ ഗൈസ്, നോക്കി അക്ഷർ ആയുർവേദ ഹെർബൽ ഷാംപൂ. പക്ഷേ ഇസ്കോണിലൊന്നും ഇത്രയും പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര കച്ചവടമാണ് ഇവിടെ. ത്രിഫലം, പിന്നെ ഡൈജസ്റ്റിക് സംഭവങ്ങൾ, പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പൊടികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ പൊടികൾ, ക്യാപ്സ്യൂൾസ്, പൗഡർ, ബിറ്റർ എന്തൊക്കെയോ പരിപാടികൾ, ടാബ്ലറ്റ്സ്, എന്തോ ബിറ്റർ മെലൺ ടാബ്ലറ്റ്, അങ്ങനെയുള്ള പല പരിപാടികൾ, ഹണി, ജിഞ്ചർ ടീ, ഗ്രീൻ ടീ, അടിപൊളി. ഇവിടെ ഫുൾ മാർക്കറ്റിംഗ് ആണ്. ഇത് ഇവിടെ മറ്റേ തേയില എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കാണിച്ചിട്ടിരിക്കുക. പിന്നെ ഹെർബൽ ബ്രഹ്മി ആംല ഓയിൽ, പിന്നെ മഹാഭൃംഗരാജ് ഹെയർ ഗ്രോത്ത് ഓയിൽ, പിന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഹെർബൽ ടൂത്ത് പേസ്റ്റ്. എല്ലാം ഹെർബലിന്റെ പരിപാടികളാണ്, എല്ലാം ഇവരുടെ പ്രോഡക്റ്റ്സ് ആണ്. കത്തി വലിയ കത്തിയൊന്നുമില്ല കേട്ടോ. എല്ലാം ഒരു $4, $5, $10 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് പലതും. പിന്നെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ മയിലും, പിന്നെ ഫ്ലവർ വേസുകൾ, പിന്നെ നമുക്ക് അലമാരിക്കകത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഒരു $40, $45 അങ്ങനെ പല പല റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ്. പിന്നെ ഇതുമുണ്ട്, ക്ലോത്ത്സ്, ഹൂഡീസ് ഉണ്ടല്ലേ, ഹൂഡീസ്. പിന്നെ USA.akshardham.org എന്ന് പറഞ്ഞ് ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പരസ്യം ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ. ഹൂഡീസിനൊക്കെ ഒരു $30, $40 ആ ഒരു റേഞ്ചിലുള്ള സംഭവങ്ങളൊക്കെയാണ്. അക്ഷർധാമിൻ്റെ നോർത്ത് ഫേസ് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ബാഗ്, ഇത് ഒറിജിനലാണോ? നോർത്ത് ഫേസിൻ്റെ ബാഗ് അക്ഷർധാം, അടിപൊളി, കൊള്ളാലോ. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട്, കണ്ടില്ലേ, മറ്റേ സ്മോൾ ബേബീസിന് ഇടാൻ പറ്റിയ ഡ്രസ്സ്. പിന്നെ നമുക്ക് വലിയ പൂജാമുറി സെറ്റപ്പുകൾ വരെ ഇവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഫുൾ ഇതൊക്കെ വലിയ അമ്പലങ്ങളിലൊക്കെ, അമ്പലങ്ങളിലല്ല, നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവെക്കാൻ പറ്റുന്ന വിഗ്രഹങ്ങളടക്കമുള്ള സാധനങ്ങൾ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓം, ക്ലോക്ക്, പിന്നെ പല ഡിസൈനിലുള്ള സാധനങ്ങൾ. ദിസ് ഈസ് നൈസ് നോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അടിപൊളിയേ. ഇതൊക്കെ എന്ത് രസമാണ് കാണാന്. ഇതിന് $40 കേട്ടോ ഇതിന്. ഇതും ഏകദേശം ആ ഒരു പ്രൈസാണ്. ദിസ് ഈസ് സോ നൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്, അടിപൊളിയേ. അങ്ങനത്തെ പല പല സംഭവങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഫുള്ള് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഫുൾ കച്ചവടം. ആ കച്ചവടം ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഷോപ്പിംഗ് മോള് പോലെ തന്നെയാണ്, കണ്ടില്ലേ. ഇത് പണ്ട് ആദ്യം ഇവിടെ ഇതായിരുന്നു അമ്പലം അല്ലേ? 7:30 ഇവിടെ ആരതിയൊക്കെ ഉണ്ട്. കഴിഞ്ഞോ അത്? അത് ശരി. എത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ, നമ്മൾ അറിഞ്ഞില്ല. ഇത് പഴയ ക്ഷേത്രമായിരുന്നു ഈ കാണുന്നത്. പിന്നെ മൊത്തം തുടങ്ങിയത് 2014-15 ആ, പക്ഷെ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എവിടെയുള്ളത്? അത് ശരി. നമ്മളിങ്ങനെ ഇവിടെ കറങ്ങി നടക്കുമ്പോഴത്തേക്കിനും ഇവിടെ കുറേ മലയാളീസ് ആൾക്കാരെ കണ്ടു. അവർ ഇവിടെ ചെണ്ടമേളോ അങ്ങനെ എന്തോ പഞ്ചാരിമേളോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. തോന്നുന്നു അവരെ പോയി കാണാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടല്ലേ? ഇല്ല, ഇവർക്ക് മാത്രമേ ഉള്ളൂ. ആണോ? അല്ലാതെ ഫുഡില്ല? അതിനകത്ത് കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ ഇരിപ്പുണ്ടല്ലോ. ആണോ? അത് ശരി. ഇത് ആൾക്കാർ ഈ നോമ്പ് തുറക്കിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ലേ, അതേപോലെയുണ്ട്. നോക്കി, ഇവർ സ്ത്രീകൾക്ക് വേറെ റൂമിലാണെന്ന് പറഞ്ഞുകൊണ്ട് റിയേനെ അപ്പുറത്തെ ഒരു മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ ആൾക്കാർ ബൊഫേ ആണ്, ഫുഡൊക്കെ വാങ്ങിക്കുന്നു. പിള്ളേരൊക്കെ വൈബാണല്ലോ. നീയൊന്ന് ഭയങ്കര ഹ്യൂമിഡിറ്റി അല്ലേ? അതെന്താ സ്ത്രീകൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ? ഇടി ഉണ്ടാക്കണ്ടെന്ന് കരുതിയായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം മറ്റേ ഭക്ഷണം ഉണ്ട്. അപ്പം ഗുജറാത്തി ഫുഡാ? ശരിയാ, അക്ഷർധാം അല്ലേ? ജസ്റ്റ് വൺ ഈസ് ഇനഫ്. താങ്ക് യു. അടുത്ത കറി കിട്ടി. എന്തോ സംഭവം അറിയില്ല. ദിസ് ഈസ് ബോണ്ട ഉണ്ട് ഗൈസ്. താങ്ക് യു. അതിന് മേളിലിട്ട സാധനമല്ലേ, അത് മിക്കവാറും മധുരമായിരിക്കും. യെസ്, താങ്ക് യു. ഇത് മറ്റേ ഇതല്ലേ, ചെറുപയറല്ലേ? ചെറുപയർ. ആഹാ, മധുരമാണോ? നോ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. മധുരം വേണ്ട. ഓക്കെ ഓക്കെ. ഇറ്റ്സ് സ്വീറ്റ് റൈറ്റ്? വെറൈബിൾ ഫുഡ് കേട്ടോ. ബോണ്ട സൂപ്പറാണ്. അതിൻ്റെ മേളിലുള്ള സാധനം മധുരമോ? നിങ്ങളെല്ലാവരും ഇവിടെ തന്നെയാ? എവിടെ ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ആണല്ലേ? അപ്പോൾ നിങ്ങളുടെ
പഞ്ചാരി മേളമാണോ ചെണ്ടമേളമാണോ? അത് കഴിഞ്ഞു ഇപ്പോ? അല്ല, അപ്പൊ ഇവിടെ എന്തോ ചെയ്തത്? ഞാൻ പറഞ്ഞേ ആശാന് ആഗ്രഹം നമുക്ക് ഈ ഓ, അത് ശരി. ജസ്റ്റ് ഒരു പ്രീ അരങ്ങേറ്റം ശനിയാഴ്ച ഫ്രീ ആണെങ്കിൽ അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും അരങ്ങേറ്റത്തിന്. ഇല്ല, ഞാൻ അടുത്ത ആഴ്ച ഞാൻ നയാഗ്ര ഫോൾസ് പോകും. ഇല്ല, ഞാൻ തിങ്കളാഴ്ച പോവാ, തിരിച്ച് നാട്ടിൽ പോയാൽ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴത്തേക്കിനും ഇവിടെ സൺസെറ്റിന്റെ സമയം രാത്രി 8 മണിയായി. അടിപൊളിയായി. ഇപ്പം ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ 7:30 ആകുമ്പോൾ അമ്പലം അടയ്ക്കും, പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ആരുമില്ലാതെ നമുക്ക് ആ ഒരു അക്ഷർധാം ക്ഷേത്രാങ്കണം നമുക്കിവിടെ കാണാം. എന്തായാലും ഭയങ്കര വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നൈസ് ആൻഡ് വണ്ടർഫുൾ. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു മലയാളികളെ കണ്ടതും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എത്ര ആൾക്കാരായിരുന്നു കണ്ടിട്ടും എങ്ങനെ തിരിച്ചറിഞ്ഞെന്ന് അറിയാം. ഇവിടെ വന്ന് ഒരു ചെണ്ടമേളമാണ്. അക്ഷർധാം ടെമ്പിൾ ഒരു മിനി സുജിത് ഭക്തർ ഫാൻസ് മീറ്റപ്പ് ആയി മാറി. പോവാം, നമുക്ക് പോവാം. ഇനി ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, നമ്മൾ കണ്ടില്ലായിരുന്നു. അത് ശയന കഫേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. അത് ഓൾമോസ്റ്റ് അടച്ചെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ് കഴിച്ചു, ഒരു രക്ഷയില്ല. അമ്പലം അടച്ചിട്ടും ഇവിടത്തെ ഡൈനിങ് ഏരിയ ഇത് എന്താ ഇത്? എന്റെ പൊന്നോ, ഇതൊരു ഭയങ്കര വലിയ നമ്മൾ ഈ ഷോപ്പിംഗ് മോളിലെ കച്ചവടം ഇല്ലേ, അതേപോലെ തന്നെ ഇത് അടച്ചു. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കായിരുന്നു. ഇതിപ്പോൾ അടച്ചു, കണ്ടില്ലേ, കൗണ്ടറുകളൊക്കെ അടച്ചു. കംപ്ലീറ്റ് ഇവിടെ ഫുഡിന്റെ പരിപാടികളല്ലായിരുന്നു. എല്ലാം അത് ക്ലോസ് ചെയ്തു. മിസ് ചെയ്തു ബ്രോ, അത് നമ്മൾ മിസ് ചെയ്തു. ക്രെഡിറ്റ് കാർഡ് ഓൺലി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോരം വലിയ ഏരിയ ആണെന്ന് നോക്കി, അടിപൊളി. ഇവിടെ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം, പിന്നെ ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഒരു ഡിഫറെൻറ്റ് സെറ്റപ്പ്, അതാണ് പരിപാടി. സംഭവം നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തേക്കുന്നത്. അകത്താണ് കംപ്ലീറ്റ് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ്. എന്നാലും വൈകുന്നേരങ്ങളിൽ സംഭവം അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. അങ്ങനെ അമേരിക്കയിൽ വന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് സഞ്ജു ആൻഡ് റിയ. യെസ്, അവരുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് വരാനും കാണാനും ഒക്കെ സാധിച്ചു. ഇതൊരു തീർത്ഥാടന യാത്രയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. തീർത്ഥാടന യാത്ര ആക്കി മാറ്റാൻ ഇതൊക്കെ ഒറിജിനലാണോ? കാണാൻ തോന്നല്ലേ? ഒറിജിനലാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് ചെടികളൊക്കെ പോലെ ഇരിക്കും, പക്ഷെ അല്ല, ഒറിജിനലാണ് ഗൈസ്. ഞങ്ങൾ പോയിക്കണ ഇവിടുത്തെ ഏറ്റവും വലിയ അമ്പലം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്തത് ലാസ് വേഗാസിലാണ്. അമ്പലോ? ലാസ് വേഗാസിൽ അമ്പലോ? ലാസ് വേഗസ് എന്താ ഓർമ്മ വരണേ? നമുക്ക് കാസിനോസ്. അവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു മനസ്താപം വന്ന് പോണെങ്കിൽ അവിടെ ഇസ്കോണിന്റെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇസ്കോൺ അല്ലെങ്കിൽ എവിടെ കാശ് കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ എല്ലാം ടെമ്പിൾ ഉണ്ടാക്കാറുണ്ട്. കഴിയുമ്പോൾ അവിടെ ആൾക്കാർക്ക് ഡൊണേഷൻ $55,000 $25,000 വിഷ് ചെയ്ത് അപ്പൊ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇസ്കോൺ അമ്പലം പണം തുടങ്ങിയിരിക്കുന്നത് അല്ലേ? കംപ്ലീറ്റ് റിയൽ എസ്റ്റേറ്റ് പരിപാടികളല്ലേ. പക്ഷെ നമുക്ക് ഇവിടുന്ന് ദോശ കഴിക്കാൻ പറ്റില്ല. ഇവിടെ ദോശ ഇല്ലെന്ന് തോന്നുന്നല്ലേ? വെറൈറ്റി ആയിട്ടുള്ള മെനു ആണ് ഇവിടെ. പിസ്സ, ഇന്ത്യൻ പിസ്സ ഒക്കെയാണ്, പനീർ പിസ്സ അങ്ങനെയൊക്കെ. അടിപൊളി. എനിവേ ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിൽ പോകണം, വണ്ടി എടുക്കണം, നേരെ ന്യൂയോർക്കിലേക്ക് എത്തിച്ചു. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇത് കാണാൻ വേണ്ടി വന്നത്. ന്യൂയോർക്ക് എന്നൊരു 100 കിലോമീറ്റർ അപ്രോക്സിമേറ്റ് 1.5 മണിക്കൂർ ന്യൂയോർക്ക് ഡൗൺ ടൗണിൽ നിന്ന് 2 മണിക്കൂർ താഴെ ഡ്രൈവ് ചെയ്ത് വരണം. റെൻ്റ് കാർ എടുത്ത് വരാം. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കണക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടിയൊക്കെ എടുത്ത് പോകണം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഈസി. ഞാനിവിടെ അക്ഷർധാം മ്യൂസിയം എന്ന് തന്നെ പറയും. ഞാൻ അക്ഷർധാം മ്യൂസിയത്തിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അക്ഷർധാം നോർത്ത് അമേരിക്കൻ മാഗ്നറ്റ് വാങ്ങിച്ചു. പിന്നെ അക്ഷർധാം അതൊരു ഓം വാങ്ങിച്ചു, ഇത് മാഗ്നറ്റ് ആണ്. പിന്നെ ഇത് അക്ഷർധാം ഗുജറാത്ത്, അക്ഷർധാം ന്യൂഡൽഹി, അക്ഷർധാം നോർത്ത് അമേരിക്ക. ഈ ഡൽഹി അക്ഷർധാമും ഗുജറാത്ത് അക്ഷർധാമും ഞാൻ പുറത്തുനിന്നേ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അമേരിക്കയിലെ അക്ഷർധാമിൽ ഞാൻ വന്നു ഗൈസ്. പിന്നെ നമുക്ക് അമ്പലങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷനിൽ ശരിക്കും പുറത്ത് ഇതുപോലെ മറ്റേ പൂക്കട, ഇങ്ങേയറ്റം പോലെ അങ്ങേയറ്റം വരെ പൂക്കടകൾ, പിന്നെ അവിടെ വരുമ്പോഴത്തേക്കിന് സാമ്പ്രാണി കത്തിച്ച് വെച്ച മണം, പിന്നെ കർപ്പൂരത്തിൻ്റെ മണം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്ത് വരരുത്. ഇവിടെ അതൊന്നും കാണാൻ പറ്റില്ല. ഇത് ലിറ്ററലി ഒരു എന്താ പറയുക, ഒരു മ്യൂസിയം അല്ലേ?
സെയിം ലൈക്ക് ആരും വർക്ക് ചെയ്യും ഒന്നും പറയാം. അങ്ങനെ വർക്കാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരുടെ പ്രൗഡായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോ പീസ്. അതെ, അതായത് ഇന്ത്യൻസിന്റെ ഒരു ഭയങ്കര ഒരു വലിയ സംഭവം ഇവിടെ ബാക്കിയുള്ള ഒരു സംഭവമായിട്ട് കാണിക്കാൻ പറ്റുന്ന. ഇപ്പോൾ നമ്മൾ UAE ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടില്ലേ, ഇതേപോലത്തെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണല്ലോ UAE ഉള്ളത്, ദുബായിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ക്ഷേത്രം, പക്ഷേ അതിൻ്റെ ബിഗ് ആണെന്നേ ഉള്ളൂ.